സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന സംയോജിത കീടരോഗ നിയന്ത്രണം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ ഉൽപാദനക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികള് ആവശ്യം വരുന്ന ഘട്ടത്തില് ആവശ്യം വരുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തില് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തില് സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ട് വരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല, നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകള്, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങള്, കീടങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് ഒലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങളെ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം. അത് കൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ, പിന്നെ ഈ ചാലുകളിലൂടെ കൊഴുകി വരുന്ന വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം.
കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടി താഴ്ത്തി കൊടുക്കുക. അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടില് ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ്. നമ്മുടെ മുളക്, വഴുതന തുടങ്ങിയ വിളകൾക്ക് പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തുനിന്ന് വരുമ്പോൾ അതിലൂടെയും രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടില് വേപ്പ് പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യൂവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു, നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കണ ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം 1 ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരുപക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൾ നാശിനികൾ നമ്മൾ വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷി സ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ്, അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്.
ഇനി പുതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യണ വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് കെണി വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ കെണി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികിൽ ജൈവവേലിയായിട്ടും പലതരം ചെടികള്, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം ഇങ്ങനെയുള്ള ജൈവവേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ. അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനെ സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് 1 ഏക്കറിന് ഒരെണ്ണമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് അതിലേതെങ്കിലും ഒരു ഓയിൽ വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും, വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അത് ഏതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റു നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൾനാശിനികൾ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവിടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗനിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗനിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗനിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.